വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 16. അക്കാലത്ത് യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. യേശു അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസന തിരുനാൾ ആഘോഷിക്കുന്നു. ഒരർത്ഥത്തിൽ തിരുസഭയുടെ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും തിരുനാൾ ദിനമാണെന്ന്. കാരണം നാം ആകുന്ന സഭ പണിയപ്പെട്ടിരിക്കുന്നത് ഉറപ്പുള്ള പത്രോസാകുന്ന പാറമേലാണ്. പ്രതിസന്ധികൾ എന്തു തന്നെ ഉണ്ടായാലും, പ്രലോഭനങ്ങൾ എത്ര തന്നെ വന്നാലും ഈ സഭ നിലകൊള്ളും. കാരണം ഇത് പാറമേൽ അടിത്തറ ഇട്ടതാണ്. തിരുസഭയാകുന്ന ഉറപ്പുള്ള വിശ്വാസ സമൂഹത്തെ ലോകത്തിൻ്റെ നടുവിൽ എന്നും നിലനിർത്തിയിരിക്കുന്നത് ക്രിസ്തു നൽകിയ ഇന്നത്തെ സുവിശേഷത്തിലെ വചനത്തിൻ്റെ ബലത്തിലാണ്. യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയപ്പോഴാണ് ക്രിസ്തു ഇപ്രകാരം പറയുന്നത്. പലർക്കും യേശു സ്നാപക യോഹന്നാനും ഏലിയായും ജെറമയായും പ്രവാചകന്മാരിൽ ഒരുവനും ആയി മാത്രം കണ്ടപ്പോൾ പത്രോസ് അഭിമാനപൂർവ്വം വിളിച്ചു പറയുന്നു, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ജീവനുള്ള ദൈവമായി ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ സാധ്യമാകുന്നതാണ് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ക്രിസ്തുവിനെ ഏറ്റുപറയുവാനുള്ള ആത്മധൈര്യം വീണ്ടെടുക്കലാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള പാറ. പത്രോസാകുന്ന ഉറപ്പുള്ള പാറമേൽ ഏറ്റവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭ ക്രിസ്തു പണിതു. പ്രതിസന്ധികളേറെ ഉണ്ടായിട്ടും അത് ഇന്നും നിലനിൽക്കുന്നത് ക്രിസ്തു സ്ഥാപിച്ചതുകൊണ്ടാണ്. ക്രിസ്തു ഈ സഭയുടെ ശിരസ്സായതുകൊണ്ടാണ്. പാറമേൽ പണിയപ്പെട്ട ബലമുള്ള സഭയ്ക്ക് അതിൻ്റെ എല്ലാ ബലങ്ങളും വിശ്വാസ സമൂഹമാണ്. നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടാത്ത വിധം തിന്മയുടെ ദാസ്യത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ടതും വിശ്വാസ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നാം എപ്രകാരം വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, ദൈവിക നീതിയിൽ നിലനിൽക്കുന്നുവോ അത്രമാത്രം സഭ ബലപ്പെട്ടിരിക്കും. യേശു ഓർപ്പെടുത്തുന്നുണ്ട് പത്രോസിനോട്, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ക്രിസ്തുവിനെ ഏറ്റുപറയാനുള്ള കൃപയും ബലവും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ശക്തിയുടെയോ അറിവിൻ്റെയോ ബലങ്ങളിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാണ്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല എന്ന് ക്രിസ്തു തന്നെ അസന്നിഗ്ധമായി പറയുന്നുണ്ട്. തിരുസഭയുടെ മക്കളായ നമ്മൾ അഭിമാനപൂർവ്വം നിലകൊള്ളണം. കാരണം നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും വിളിക്കപ്പെടുകയും അവൻ്റെ കൃപയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ അർഹരായിത്തീരുകയും ചെയ്തു. നമ്മുടെ ദൗത്യം എന്തെന്നോ, പത്രോസിനെ പോലെ ധീരതയോടെ അഭിമാനപൂർവ്വം ഓരോ ദിനവും നാം വിളിച്ചു പറയണം, അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ജീവിതത്തിൻ്റെ ആശ്വാസങ്ങളിലും വിജയങ്ങളിലും നന്മയിലും മാത്രമല്ല, ജീവിതത്തിൻ്റെ സങ്കടകരമായ അനുഭവങ്ങളിലും പ്രതിസന്ധിയിലും ഒരുപോലെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ സാധ്യമാകുമ്പോഴാണ്
നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആഴവും അർത്ഥമുണ്ടാവുക. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായ വിധം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.